അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്കത് പീച്ചെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് എളുപ്പ ഒരു വഴി പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് ഇവിടുത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. അതിന് നമ്മൾ ഈ വെളിച്ചെണ്ണ 500 വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിലൊക്കെ കൊണ്ടുവരുന്ന ഈ കീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവർ, ഇത് വെച്ചിട്ടാണ് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ആക്കിയാൽ നമ്മൾ അച്ചിൽ ഒന്നും ഒട്ടിപ്പിടിക്കില്ല, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അത് പീച്ചെടുക്കാനും കഴിയും. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വെളിച്ചെണ്ണയുടെയോ ഓയിലിൻ്റെയോ ഇങ്ങനെ 500 ഗ്രാമിൻ്റെ ഒരു കീസ്, 500ൻ്റെയോ 1 ലിറ്റർ ആയാലും കുഴപ്പമില്ല. നമ്മൾ അത് പകുതി കട്ടായി നമ്മൾ അച്ചിലേക്ക് കറക്റ്റായിട്ട് നമ്മളത് 2 സൈഡ് കട്ട് ചെയ്യണം. 2 സൈഡ് കട്ട് ചെയ്യണ്ട കേട്ടോ. ഇവിടെ നൂൽപുട്ടുണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പൊടി 2 ഗ്ലാസ് പച്ചരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ പൊടിച്ച പൊടിയാണ്. ഇതിന് നമ്മൾ കുറച്ച് വെള്ളം നല്ലതുപോലെ വെട്ടി തിളക്കാനുണ്ട്, അത് വെക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും 1-2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അത് അതൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നമുക്ക് പീച്ചി എടുക്കുമ്പോഴൊക്കെ നല്ല ഒരു സോഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പൊടി എത്ര ഗ്ലാസ്സാണ് എടുക്കണേ അതിലേറെ കുറച്ച് വെള്ളം കൂടി അധികം എടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് പൊടിയാണെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം വെള്ളത്തിലേക്ക്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കളയണം. നല്ല തിളച്ച വെള്ളം തന്നെ ആവണം, അതപ്പോൾ തന്നെ ഒഴിച്ച് കൊടുത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചാൽ നമുക്ക് വെള്ളം കറക്റ്റായി കിട്ടും. ഒന്നിച്ച് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് നല്ല ഒരു വെള്ളം അത്യാവശ്യം സോഫ്റ്റായി ഇങ്ങനെ നമുക്കൊരു വെള്ളം ഉണ്ടെന്ന് തോന്നും വേണം. എന്നാൽ പറ്റ മുറുകാനും പാടില്ല. അങ്ങനെ ആയാലും നമുക്കത് പീച്ചെടുക്കാൻ പെട്ടെന്ന് കഴിയുക. നൂൽപുട്ടിന് ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം അതിങ്ങനെ ലൂസായിട്ടുണ്ട്. പൊടിയിൽ വെള്ളം അത്യാവശ്യം ആവശ്യത്തിനുണ്ട് എന്ന് നമുക്ക് തോന്നും ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴേ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കൽ നിർത്തിയാൽ മതി. ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ വെച്ചോ അതല്ലെങ്കിൽ തറയിൽ വെച്ചോ നമ്മൾ ഈ തിണ്ടിലിട്ടുകാണ്ടോ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തിണ്ടിലൊക്കെ വെച്ച് ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരം സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്, ഒന്ന് മൂടി വെക്കുകയാണ്. നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളെ നൂൽപുട്ടൊക്കെ നമ്മൾ പീച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ ഈ അച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവ് എടുക്കാൻ പോവാട്ടോ. നമ്മൾ ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ നമ്മൾ ഈ കവറിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്, 2 സൈഡ് കട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇങ്ങനെ മാവ് എടുത്തിട്ട് ഇതിനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് അച്ചിൽ പൊടി പിടിക്കില്ല, നല്ല സോഫ്റ്റായിട്ട് ഇത് ചുറ്റിപ്പോരും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ. ഇനി നമ്മൾ ഇത് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ നൂൽപുട്ട് ചുടുന്നവരുണ്ട്, ഇഡ്ഡലി പാത്രത്തിലും അങ്ങനെ ചെറിയ ചെറിയ നൂൽപുട്ടായി
അങ്ങനെ ചുട്ടെടുക്കട്ടോ. ഞാനിപ്പോൾ ഇതിനായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലാണ് ചുട്ടെടുക്കുന്നത്. നമുക്കിത് തിരിച്ചണതല്ല, നമുക്കിങ്ങനെ അമർത്തണതായാലും അതുകൊണ്ടും ഒരു കുഴപ്പമില്ല കേട്ടോ. ഓരോരുത്തരുടെ വീട്ടിൽ എങ്ങനത്തെ ഉള്ളത് വെച്ച് അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതിൽ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, ഇതിൽ നമുക്ക് ഒരു തുള്ളി പോലും പിടിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇത് നമ്മൾ കറക്റ്റാക്കി ഒന്നും കൂടി ചെറുതാക്കി ഒന്നും കൂടി കട്ട് ചെയ്യണേ കട്ട് ചെയ്യട്ടോ. ഓരോരുത്തരും നൂൽപുട്ടിൻ്റെ അച്ചിനനുസരിച്ചിരിക്കും. ഇതിങ്ങനെ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചിരവി ഇടേണ്ടവർക്ക് ഇടട്ടോ. ഞങ്ങൾക്ക് തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ തേങ്ങ ഇടുന്നില്ല. ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ മേലെ കുറേശ്ശെ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്താൽ അതങ്ങനെ വെറുതെ കഴിക്കുന്നതും ചിലർക്ക് നല്ല താല്പര്യമായിരിക്കും. നമ്മൾ മാവ് എടുത്ത് കഴിഞ്ഞാൽ അടുത്ത മാവാകുമ്പോഴത്തെ നമ്മളിങ്ങനെ മൂടി വെക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിൻ്റെ വെള്ളമൊക്കെ സോഫ്റ്റ് തന്നെ നിന്നോളും. നല്ലതുപോലെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വേകാൻ എന്തായാലും നമുക്ക് പുട്ടിനും നൂൽപുട്ടിനൊക്കെ നമുക്കൊരു സമയം അറിയാമല്ലോ. 5 മിനിറ്റോ 8 മിനിറ്റോ ഒക്കെ ഉണ്ടാവും. അത് ആവിയിൽ ഇത്ര സമയം വേവിച്ചെടുത്താൽ നമുക്ക് അത് വേവായി കിട്ടും. എന്നിട്ട് നമ്മൾ മൂടിയെടുത്തിട്ട് അതിൽ നിന്നും നമ്മളെ മൂടിയൊക്കെ എടുത്തു കണ്ടോ, നല്ല വേവായിട്ടുണ്ട്. നമുക്ക് തൊട്ടാൽ തന്നെ അറിയാൻ പറ്റും, പൊട്ടലൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ഇത് എടുക്കാൻ പോവുകയാണ് ഇതിൽ നിന്ന്. ഇത് നമ്മൾ വേവായി എടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കണം. എന്നിട്ട് മൂടി തന്നെ വെക്കണം. എന്നാൽ വെള്ളം തണുത്ത് പോവില്ല. അപ്പം നമുക്ക് ഗ്യാസ് നഷ്ടമാവില്ല, വെള്ളം തണുത്ത് പോവില്ല. നമ്മൾ ഇതിൻ്റെ ചൂടൊന്ന് പോയി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പൊട്ടാൻ പറ്റും. ഇതിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇതിലിങ്ങനെ ചൂടോട് ഇങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി പോയതിന് ശേഷം നമ്മളിത് ഇതിൽ നിന്നും ഒഴിവാക്കേണ്ടത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കണം, എന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഈ അപ്പൊക്കെ ചുടുന്ന ഈ എണ്ണ ഈ ബ്രഷ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞാൻ നേരത്തെ ഒന്ന് എണ്ണ പുരട്ടാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ കുറച്ച് ഒട്ടി പിടിച്ചപ്പോൾ നമ്മളിങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കണം. നമ്മളങ്ങനെ മൂടി വെക്കുന്നത് കൊണ്ട് നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ മൂടി വെച്ചോണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് അത് ആ സോഫ്റ്റ് എല്ലാ നേരത്തും ഉണ്ടാവും. ഞാനിത് 1-2 പ്രാവശ്യം കാണിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ടോ, കറക്റ്റ് ഈ കവറ് പകുതി കട്ട് ചെയ്ത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് നമ്മളിത് മാവ് വെക്കുന്നത്. എന്നിട്ട് ശരിക്ക് ഇത് മേൽഭാഗം കട്ടിങ് ഇല്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ആണ് നമ്മളിത് നമുക്ക് എളുപ്പ വഴിയാണ്. വൃത്തിക്കും അച്ചിലൊക്കെ ആകെ പൊടിയാവുന്നതിനൊക്കെ നല്ലതുപോലെ നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ എണ്ണ പുരട്ടി കൊടുത്താൽ പെട്ടെന്ന് ഇത് കണ്ടോ, നല്ല വേവായിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള നല്ല നൂൽപുട്ടാണ് കേട്ടോ.
രണ്ട് ഭാഗം നല്ല പോലെ വേവായിട്ടുണ്ട്, പച്ചപ്പൊടിയൊന്നുമില്ല. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നമ്മൾ കണ്ടോ, ഇതിന് ഈ ഉള്ളിൽ മാത്രം കുറച്ച് മാവ് ഉണ്ടാവുള്ളൂ, അല്ലാത്തടത്തൊന്നും വല്ലാതെ മാവ് പിടിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ നൂൽപുട്ടെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ട്രൈ ചെയ്ത് നോക്കൊണ്ട്. എളുപ്പമായിട്ട് നമുക്കത് പീച്ചിയെടുക്കാൻ പറ്റും. ഒരുപാട് ജോലിക്ക് നമുക്ക് ലാഭമാണ്, കഴുകുന്നിടത്തും പീച്ചുന്നിടത്തൊക്കെ. നൂൽപുട്ടൊക്കെ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കറി വെക്കാൻ പോവുകയാണ്. വെള്ളക്കടല ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചതായിരുന്നു, ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചത്. അതും ഇതിലേക്ക് ഒരു ഉരുളങ്കിഴങ്ങ്, ഒരു വലിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി, 2 പച്ചമുളക്, വളരെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പൊട്ടി ഇഞ്ചി, 2 തക്കാളി, ഇതും കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു നല്ലൊരു കറി. അതേപോലെ കടലയിലേക്ക് കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു കറിയാണ് നൂൽപുട്ടിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കുക്കറൊക്കെ വെച്ച് നമ്മൾ ആ വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും. ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുക്കറൊന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് അത് വാടി കിട്ടും. അപ്പോൾ നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടൊക്കെ നല്ലപോലെ ഒന്ന് കുത്തി ഉടക്കണം. നമ്മളിതിലേക്ക് ചേരുവകൾ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല. 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 വലിയ ജീരകം, കുരുമുളക്. ഞാൻ എല്ലാ കറികളിലേക്കും കുരുമുളക് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക്. നമുക്ക് ശരീരത്തിന് ഒരുപാട്, നമുക്ക് ഈ ചുമന്ന മുളകിലേറെ നമ്മുടെ ശരീരത്തിന് നല്ലത് കുരുമുളകാണ്. മല്ലി 2.5 ടീസ്പൂണ്. ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഇറച്ചിക്കറിയുടെയൊക്കെ അങ്ങനെ അതേപോലെ വെച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. അപ്പോൾ ഇത്രയും ചേരുവകൾ മാത്രം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏല, പട്ട, ചിക്കൻ മസാല ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. നല്ലപോലെ നമ്മളത് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കടലക്കൊക്കെ വേവുണ്ട്, അതുകൊണ്ട് ഈ വെള്ളം, ഇതിനൊരു കപ്പ് വെള്ളം തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ എടുത്ത് വെച്ച ചിക്കന്, കടല, ഉരുളൻകിഴങ്ങ്, നമ്മൾ ചിക്കന്, വെള്ളക്കടല, ഉരുളൻകിഴങ്ങ് ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ആവശ്യത്തിന് ഇല്ലേ എന്ന് നോക്കണം എല്ലാവരും. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവാന്ന് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു വിസിൽ വന്നിട്ട് സിമ്മിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മളൊരു 4 മിനിറ്റെങ്കിലും സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കടലയൊക്കെ കണ്ടോ നല്ലതുപോലെ വേവായി അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ചിക്കനൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചിക്കനൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് ചിലപ്പോൾ ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പം നല്ല ഗ്രേവിയായ നല്ല ടേസ്റ്റുള്ള ഒരു കറി നമുക്ക് നൂൽപുട്ടിലേക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മളെ നൂൽപുട്ടും ചിക്കനും വെള്ളക്കടലയും ഉരുളൻകിഴങ്ങും ഒക്കെ വെച്ച നല്ലൊരു ഗ്രേവി കറിയും കട്ടൻ ചായയും നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ, നല്ല ചൂടോടെ കഴിക്കാൻ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നൂൽപുട്ട് പീച്ചിയെടുക്കാനും ചുട്ടെടുക്കാനും കഴിയും.
കയ്യും വേദനിക്കൂല, അച്ചിൽ പിടിക്കൂല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ, താങ്ക്സ്.